ഇന്നലെ ചരിഞ്ഞ കൊമ്പൻ കല്ലേക്കുളങ്ങര രാജഗോപാലിന് ഇന്ന് സംസ്കരിക്കും. ആനപ്രേമികളുടെ ഇഷ്ട ആനയായ കല്ലേക്കുളങ്ങര രാജഗോപാലിന്റെ വിയോഗമറിഞ്ഞ് നൂറുകണക്കിന് ആളുകളാണ് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട്. പ്രസാദ്, എപ്പോഴേക്കുമാണ് ഈ സംസ്കാരം? മറ്റു വിവരങ്ങൾ എന്തെല്ലാമാണ്? സംഗീത 9 മണിക്കാണ് ചരിഞ്ഞ കൊമ്പനായ കല്ലേക്കുളങ്ങര രാജഗോപാലിൻ്റെ സംസ്കാരം തുടങ്ങുക. ഇവിടെ നിന്നും വനം വകുപ്പ് വാളയാർ കാട്ടിലേക്ക് കൊണ്ടുപോകും. നമുക്കറിയാം, നൂറുകണക്കിന് ആളുകളാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ആനയെ അവസാനമായി കാണാൻ വന്ന ആനപ്രേമിയായ ഒരു സ്ത്രീ ആനയെ കെട്ടിപ്പിടിച്ച് കരയുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ ആന ചരിഞ്ഞ വിവരമറിഞ്ഞ് നിരവധി ആളുകളാണ് ഇവിടേക്ക് വന്നത്. അത്രയേറെ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ആനയാണ് കല്ലേക്കുളങ്ങര രാജഗോപാൽ എന്ന് പറയുന്നത്. ഏമൂർ ഭഗവതിയുടെ അവരുടെ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ആനയാണ് ഇത്. മലമ്പുഴ കാട്ടിൽ നിന്നാണ് പിടിച്ചത്. ഇപ്പോൾ ആനപ്രേമി സംഘത്തിലെ ഇപ്പോൾ ഹരിദാസൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾ ഈ ആനയെ? ശരിക്കും പറഞ്ഞാൽ ആന കേരളത്തിന് മാത്രമല്ല, പാലക്കാടിന് തന്നെ നികത്താനാവാത്ത തീരെ നഷ്ടമാണ് ഈ ആന. കാരണം പാലക്കാടിൻ്റെ വനങ്ങളിൽ മലമ്പുഴ കാട്ടിൽ നിന്നും പിടിച്ച ആനയാണിത്. അപ്പോൾ ആന ഏകദേശം ഒരു 68 വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട്. കേരളത്തിലെ ഒട്ടുമിക്ക നിരവധി ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ സജീവമായി ഉണ്ടായിരുന്ന ആന, യാതൊരുവിധ അടുക്കും ചിട്ടയോടും കൂടി എഴുന്നള്ളത്തുകൾ മുഴുവൻ എടുത്ത ആന എന്ന് പറയാം. അതിന് പുറമെ നമ്മുടെ ദേശീയ ഉത്സവം, നമ്മുടെ പാലക്കാടിൻ്റെ കൽപ്പാത്തി രഥോത്സവത്തിന് കൂടുതൽ തവണ തേര് തള്ളിയ ഒരു ആനയും കൂടിയാണ്. നാടൻ ആനയാണ്. ഈ പറഞ്ഞ എല്ലാവിധ ലക്ഷണങ്ങളും തികഞ്ഞ ഒരു ആന എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ നഷ്ടം ഒരിക്കലും നികത്താൻ സാധിക്കില്ല. പാലക്കാട് ഇവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ച, ഇപ്പം അവരവിടെ അതിനെ കെട്ടിപ്പിടിച്ച് കരയാണ്. അപ്പം അത്രത്തോളം ആത്മബന്ധം ഈ ആനയായിട്ട് നിൽക്കും. തീർച്ചയായും അത്രയും ആത്മബന്ധമുള്ള ഒരു ആനയാണ്. കാരണം പാലക്കാടിന് നമ്മുടെ തട്ടത്ത് കളിച്ച് വളരുക പറയുന്നത്, നമ്മുടെ വീട്ടുമുറ്റത്ത് വളർന്നു വരുമെന്ന് പറയുന്ന ആ ഒരു പ്രതീതിയാണ് ഈ ആനയ്ക്ക് നമ്മൾ കാണുന്നത്. എല്ലാ ലക്ഷണങ്ങളും ചേർന്നാണ് എല്ലാ ലക്ഷണം. ഈ പറഞ്ഞ മാതിരി വിരിഞ്ഞ മസ്തകം, 18 നഖം, ഇഴഞ്ഞ തുമ്പി എന്ന നമ്മുടെ ഗജലക്ഷണങ്ങളിൽ പറയുന്ന എല്ലാവിധ ലക്ഷണങ്ങളും തികഞ്ഞ ആന എന്ന് പറയുന്നതാണ്. വലിയ നഷ്ടം തന്നെയാണ് ഈ ആന. 1968 ഈ ആനയെ പിടിക്കാൻ വന്നത് ഞാനന്ന് 10ാം ക്ലാസ്. അതാണ് എനിക്കിത്രയും ഓർമ്മ വന്നത്. അപ്പോൾ 56 കൊല്ലമായിട്ടുണ്ട്. അന്ന് കുറച്ച് കുറുമ്പനായിരുന്നു. അത് ഇതിൻ്റെ മുമ്പിലുള്ള രാജശേഖരനായിരുന്നു കൂടുതൽ. പക്ഷെ അത് പിന്നെ അവസാനം നല്ല നിലയിൽ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ആനയും, പ്രത്യേകിച്ച് മലമ്പുഴ കാട്ടിൽ നിന്ന് ആടുപൂട്ടിമലിൻ്റെ താഴെ അന്ന് കൊണ്ടുവരുമ്പോൾ ഞാൻ 10ാം ക്ലാസ്സിലുള്ള സമയത്ത് ഞങ്ങൾ ടീം ഉണ്ടായിരുന്നു. പോയിട്ട് വന്ന് ഓർമ്മയുണ്ട്, ധാരാളം ഓർമ്മയുണ്ട്. അന്ന് മലമ്പുഴയിൽ നടന്നിട്ട് പോയതാ. ഡാമിൽ വെള്ളമെല്ലാം പോയിട്ട് ഒരു മാർച്ച് മാസത്തിലാണ് തോന്നുന്നു ഇത്. ശരി പ്രസാദ്, ഇന്നലെ ചരിഞ്ഞ കൊമ്പൻ കല്ലേക്കുളങ്ങര രാജഗോപാലിന് ഇന്ന് സംസ്കരിക്കും. 9 മണിയോടെയാണ് സംസ്കാരം. ആനപ്രേമികളുടെ ഇഷ്ട ആനയായ കല്ലേക്കുളങ്ങര രാജഗോപാലിന്റെ വിയോഗമറിഞ്ഞ് നൂറുകണക്കിന് ആളുകൾ അവിടെ വന്ന് കണ്ണീർ വാർക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്.